ഹലോ ഗൈസ്, ഇറ്റ് മീ പാറുവാണ്. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വെയിറ്റ് ലോസ് റെസിപ്പി നോക്കിയാലോ. ഇത് നിങ്ങൾ ആരും ഇന്നേ വരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ റെസിപ്പി ഞാൻ മാത്രം കണ്ടുപിടിച്ചതാണ്. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അതിൻ്റെ ഒരു ലോങ് വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ദേ ഈ കണ്ടില്ലേ, മധുരച്ചീര വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു പാനിൽ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം കടുക് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് ആവശ്യാനുസരണം പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കൂടുതലായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. സോ ഈ പച്ചമുളക് ഒന്ന് വെള്ള കളറായിട്ട് വരണം. അങ്ങനെ വരുന്ന സമയത്ത് പച്ചമുളകിൻ്റെ എരിവൊക്കെ ആ എണ്ണയിലേക്ക് ചേർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി തോലോടുകൂടി ചതുക്കിയെടുത്തതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽ മുളക് നമുക്ക് ചുട്ട് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും കൂടെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിനി ചേർക്കാനുള്ളത് സവാളയാണ്. അത് പൊടിയായിട്ട് അരിഞ്ഞത്, അതായത് ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി കൂടെ നല്ലപോലെ നമുക്ക് മൂപ്പിച്ച് സെറ്റാക്കിയെടുക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ലഞ്ചായിട്ട് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഈ പൊടികളൊക്കെ എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മധുരച്ചീരൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇലക്കറികളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നേരം ഒരുപാടുണ്ട് എന്ന് തോന്നുമെങ്കിലും അത് ഒന്ന് വെന്ത് വരുന്നേരം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ പൊടികളും ഈ മസാലയും ഒക്കെ ചേർത്ത് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് പറിച്ചെടുക്കുന്നേരം നമ്മൾ അത് കണക്കാക്കിയിട്ട് വേണം പറിച്ചെടുക്കാൻ. ഇത്രയും ഇട്ടിട്ട് ലാസ്റ്റ് ആകെ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ബോൺലെസ് ചിക്കൻ ഒന്ന് പിച്ചി കീറിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്താൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടും ഇലക്കറികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അയൺ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഫുഡ് ഐറ്റമാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിച്ച് തന്നെ നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്നിട്ട് ആ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണിത്. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കി നോക്കലുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.